ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടെ നിന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ്സാണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷനായിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷൻ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വിസർജന വ്യവസ്ഥ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. അസ്ഥി വ്യവസ്ഥ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ചലനത്തിന്റെ ജീവശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെയാണ്. അപ്പൊ നമുക്ക് ചലനത്തിന്റെ ജീവശാസ്ത്രത്തിലൂടെ അസ്ഥി വ്യവസ്ഥയെക്കുറിച്ച് നോക്കാം. ചാപ്റ്ററിന്റെ പേര് ചലനത്തിന്റെ ജീവശാസ്ത്രം എന്നുള്ളതാണ്. ഓക്കെ, ചലനത്തിന്റെ ജീവശാസ്ത്രം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വ്യായാമത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. ഓക്കെ, വ്യായാമം എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. വ്യായാമത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള രക്തപ്രവാഹം കൂടുന്നു, ഹൃദയപേശികൾ ദൃഢമാകുന്നു. ഓക്കെ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുമുള്ള രക്തപ്രവാഹം കൂടുന്നു, ഹൃദയപേശികൾ ദൃഢമാകുന്നു, ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ, വ്യായാമത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. കൂടുതൽ വിയർക്കുന്നു, വിയർപ്പിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നു, ശ്വസനവാതകങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു, വൈറ്റൽ കപ്പാസിറ്റി കൂട്ടുന്നു. ഓക്കെ, വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ശ്വസന വ്യവസ്ഥ നമ്മൾ പഠിച്ചു അല്ലെ, വിസർജന വ്യവസ്ഥ പഠിച്ചു, രക്തപര്യന വ്യവസ്ഥ പഠിച്ചു.
പേശികളിൽ കൂടുതൽ രക്തലോമികകൾ രൂപപ്പെടുന്നു. പേശികളുടെ ക്ഷമത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വ്യായാമത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കളികൾ പോലുള്ള രസകരമായ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ കായികക്ഷമത വർദ്ധിക്കുന്നു. വ്യായാമം മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും കൂടുതൽ ഉന്മേഷത്തോടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മളെ സജ്ജരാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ചലനങ്ങൾ ആഗ്രഹിക്കാതെയും, അതായത് ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്നത് എന്താണ്? നമ്മുടെ പേശികളാണ് അല്ലെ. ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്നത് പേശികളാണ്. അപ്പം നമ്മുടെ ശരീര ചലനങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ കൈകളുടെ ചലനം, ഹൃദയസ്പന്ദനം, നാക്കിന്റെ ചലനം, ഇതെല്ലാം എന്താണ്? ശരീര ചലനങ്ങളാണ് അല്ലെ. അപ്പോൾ ഈ ചലനങ്ങളെല്ലാം, ഇതിലെ ചില ചലനങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തോടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ചില ചലനങ്ങൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് 2 തരം ചലനങ്ങളുണ്ട്. നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? ചലനങ്ങളെ പൊതുവെ നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്നവ, അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിക്കാം. ഓക്കെ, നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളെയാണ് നമ്മൾ ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഇഷ്ടാനുസരണം. അപ്പോൾ നമ്മുടെ കൈ ഒന്നിങ്ങനെ കുടയുന്നു, ഓക്കെ, അല്ലെങ്കിൽ കാലൊന്നിങ്ങനെ വലിക്കുന്നു, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചലനങ്ങളെ നമ്മൾ ഐച്ഛിക ചലനങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇഷ്ടാനുസരണം നമുക്ക് നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളുണ്ട്, അതിനെയാണ് അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതിന് എക്സാമ്പിളാണ് ഹൃദയസ്പന്ദനം. ഹൃദയസ്പന്ദനം നമ്മുടെ ഇഷ്ടത്തോടു കൂടിയിട്ടാണോ നടക്കുന്നത്? അല്ല. അതുപോലെ തന്നെ നമ്മൾ ശ്വാസോച്ഛ്വാസം എടുക്കുന്നത്, അതൊക്കെ നമ്മൾ അറിയാതെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലേ, ശരീര ചലനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? അനൈച്ഛിക ചലനങ്ങൾ. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്ന ചലനങ്ങളെ ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നു. ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളെ അനൈച്ഛിക ചലനങ്ങൾ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഐച്ഛിക ചലനങ്ങൾ, ഏതൊക്കെയാണ് അനൈച്ഛിക ചലനങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് പലതരം പേശികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ പലതരം പേശികളുണ്ട്. അപ്പോൾ ഓരോ പേശികളും അതിൻ്റെ പ്രത്യേകതകളും കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യത്തേത് അസ്ഥിപേശി, സ്കെലിറ്റൽ മസിൽ. ഓക്കെ, രേഖാങ്കിത പേശിയാണ്. ഓക്കെ, അസ്ഥിപേശി അല്ലെങ്കിൽ രേഖാങ്കിത പേശി. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. ഓക്കെ, അസ്ഥിപേശി ആ പേരിൽ തന്നെയുണ്ട് അല്ലേ. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. നമുക്ക് ഇവിടെ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും അല്ലെ, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ എന്ത് കാണുന്നുണ്ട്? വരകൾ കാണുന്നുണ്ട് അല്ലെ. സിലിണ്ടർ ആകൃതിയിലാണ്, കുറുകെ ഇങ്ങനെ റെഡ് കളറിൽ ലൈൻസ് കാണപ്പെടുന്നുണ്ട്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു അല്ലെ. നമ്മുടെ അസ്ഥിപേശികളാണ്. ഇപ്പം നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ നമ്മൾ അനക്കുന്നത് എന്താണ്? അതൊക്കെ ഐച്ഛിക ചലനങ്ങൾ അല്ലെ. അപ്പൊ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് അസ്ഥിപേശിയാണ്. ഓക്കെ, അപ്പൊ അസ്ഥിപേശി കിട്ടിയല്ലോ. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്, കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ക്ലിയർ. അടുത്തത് മിനുസ പേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത് രേഖാശൂന്യ പേശി. ആ പേരിൽ തന്നെയുണ്ട് അല്ലെ, രേഖാശൂന്യമാണ്. അപ്പോൾ നോക്കുക, ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശികളാണ് മിനുസ പേശി അഥവാ സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, എവിടേക്കാണ്? ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്ന പേശിയാണ് മിനുസ പേശി. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങൾ, ആ ഒരു ആകൃതി കാണുന്നുണ്ടല്ലോ അല്ലെ, സ്പിൻഡിൽ ഷേപ്പാണ്. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ എന്തില്ല? വരകൾ ഇല്ല. അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത്. ഓക്കെ, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശിയാണ് മിനുസ പേശി. അടുത്തത് ഹൃദയപേശി. ഹൃദയപേശി അഥവാ കാർഡിയാക് മസിൽ. അപ്പോൾ എന്താണ് ഹൃദയപേശി? ആ പേരിൽ തന്നെയുണ്ട്. എവിടെയാണ് കാണപ്പെടുന്നത്? ഹൃദയഭിത്തിയിലാണ് കാണപ്പെടുന്നത്. ഹൃദയപേശി എവിടെയാണ് കാണപ്പെടുന്നത്? ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ അല്ലെ, ഒരു ചില്ല പോലെയൊക്കെ അല്ലേ നമുക്ക് തോന്നുന്നത്, കാണുമ്പോൾ ശാഖ പോലെയുണ്ട് അല്ലെ, മരത്തിന്റെ ചില്ലകൾ പോലെയുണ്ട്. അപ്പോൾ ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്. കുറുകെ എന്തുണ്ട്? വരകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ, റെഡ് കളറിൽ ലൈൻസ് ഒക്കെ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്. അനൈച്ഛിക ചലനങ്ങൾ തന്നെയാണ് സാധ്യമാക്കുന്നത്. അപ്പോൾ അവിടെ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശി ഏത് മാത്രമാണ്? അസ്ഥിപേശി മാത്രമാണ്. മിനുസ പേശിയും ഹൃദയപേശിയും അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത്. ഹൃദയപേശി എവിടെയാണ് കാണുന്നത്? ഹൃദയഭിത്തിയിൽ കാണുന്നു. മിനുസ പേശി കാണപ്പെടുന്ന എവിടെയാണ്? ആമാശയം, ചെറുകുടൽ, അതുപോലെ തന്നെ രക്തക്കുഴലുകളിലൊക്കെയാണ് കാണപ്പെടുന്നത്. അസ്ഥിപേശി എന്ന് പറയുമ്പോൾ അസ്ഥികളുമായിട്ട് ചേർന്നാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പേശികൾ, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത് പേശീക്ലമം. പേശീക്ലമം എന്ന് പറയുമ്പോൾ എന്താണ് നോക്കുക. വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ
അവായുശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. തന്മൂലം പേശീകോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുകയും ചെയ്യും. തൽഫലമായി പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയ്ക്കാണ് പേശീക്ലമം എന്ന് പറയുന്നത്, മസിൽ ഫാറ്റീഗ് എന്ന് പറയുന്നത്. എന്താണ്? വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ, വിശ്രമമൊന്നും ചെയ്യാതെ കഠിനമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണ്ടയളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവായുശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. നമ്മുടെ പേശികളിൽ എന്തടിഞ്ഞുകൂടും? ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. തന്മൂലം പേശീകോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും, ലാക്റ്റിക് ആസിഡ് അല്ലെ ഒരു ആസിഡാണ്, അപ്പോൾ അത് അടിഞ്ഞുകൂടുമ്പോൾ അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുകയും ചെയ്യും. ഓക്കെ, രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെയാക്കും, അവരുടെ പ്രവർത്തനത്തെ സ്ലോ ആക്കും. തൽഫലമായി പേശി എന്ത് ചെയ്യും? ക്ഷീണിക്കുകയും സങ്കോചിക്കുവാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയ്ക്കാണ് പേശീക്ലമം എന്ന് പറയുന്നത്. വിശ്രമിക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യപ്പെടുന്നത് മൂലം പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് പേശീക്ലമം എന്നുള്ളത് അറിഞ്ഞു വെക്കുക കേട്ടോ. ഇനി അടുത്തത് അസ്ഥികളും ചലനവും. നോക്കുക, അസ്ഥികളും പേശികളും ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രമാത്രം വൈവിധ്യമാർന്ന ചലനങ്ങൾ സാധ്യമാകുന്നത്. ചെറുതും വലുതുമായ 206 അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥ. അപ്പം നമ്മുടെ ടോട്ടൽ മനുഷ്യ ശരീരത്തിൽ എത്രയാണ് അസ്ഥി ഉള്ളത്? 206 അസ്ഥികളാണ് ഉള്ളത്. അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് മനുഷ്യാസ്ഥികൂടത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധാസ്ഥികൂടമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആക്സിയൽ സ്കെലിട്ടൺ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെലിട്ടൺ. ഓക്കെ, രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചിത്രം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് ഏതൊക്കെയാണ്, അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത് ഏതൊക്കെയാണ്. നോക്കുക, അക്ഷാസ്ഥികൂടത്തിൽ വരുന്ന ഏതൊക്കെയാണ്? തലയോടിൽ വരുന്ന അസ്ഥികളുടെ എണ്ണം 29. മാറെല്ല് നമുക്കറിയാം ഒരെണ്ണാണുള്ളത് അല്ലേ, മാറെല്ല് ഒരെണ്ണം. വാരിയെല്ലുകൾ ഒരു ഭാഗത്ത് 12, അങ്ങനെ രണ്ട് ഭാഗത്തും കൂടെ 24. നട്ടെല്ല് 26. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത്. ഇനി അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്ന ഏതൊക്കെയാണ്? തോൾ വലയം അല്ലെ, ഒരു ഭാഗത്ത് 2, അങ്ങനെ രണ്ട് ഭാഗത്തും കൂടെ 4. ദെൻ കൈകളിലെ അസ്ഥികൾ ഒരു ഭാഗത്ത് 30 അസ്ഥികളാണ്, രണ്ടിടത്തും കൂടെ 60. ദെൻ ശ്രോണീ വലയം. ഓക്കെ, അത് 1x2. ഓക്കെ, രണ്ട് ഭാഗത്തും കൂടെ ഓരോന്ന് വെച്ചിട്ട് 2 എണ്ണം. ഇത് ഇവിടെ പിക്ചർ കാണുന്നുണ്ടല്ലോ. അടുത്തത് കാലിലെ അസ്ഥികൾ 30 ഒരു ഭാഗത്ത്, രണ്ടിടത്തും കൂടെ 60. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത്. അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് ഇപ്പുറത്തുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഈ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് പഠിക്കാം. അക്ഷാസ്ഥികൂടത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? തലയോട്, മാറെല്ല്, വാരിയെല്ലുകൾ, നട്ടെല്ല്. അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത് തോൾവലയം, കൈകളിലെയും കാലുകളിലെയും അസ്ഥികൾ, ശ്രോണീ വലയം എന്നിവയാണ് അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള അസ്ഥികൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി അസ്ഥികളുടെയും പേശികളുടെയും സംയോജിത പ്രവർത്തനം എപ്രകാരമാണ് ചലനങ്ങളുടെ വൈവിധ്യം കൂട്ടുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, കൈകളിലെ പേശികൾ അല്ലെ, കൈയിലെ പേശികളുടെ പ്രവർത്തനത്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, നിവർത്തൽ പേശി അയയുന്നു. ഇവിടെ നോക്കുക, ടെൻഷൻ, മടക്കൽ പേശി സങ്കോചിക്കുന്നു. നമ്മളിങ്ങനെ കൈ മടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നിവർത്തൽ പേശി അയയുകയും മടക്കൽ പേശി സങ്കോചിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൈ അയച്ചു വിടുന്ന സമയത്ത് എന്താണ്? നിവർത്തൽ പേശി സങ്കോചിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൈകളിലെ പേശികളിലെ ചലനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, സ്റ്റിറോയിഡുകൾ രക്ഷകനും ശിക്ഷകനും. നോക്കുക, സ്റ്റിറോയിഡുകൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ ചില രോഗങ്ങൾക്ക് ഔഷധമായി നൽകാറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഔഷധം ഉപയോഗിക്കുന്നത് ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമാണ്. എന്നാൽ ചില കായിക താരങ്ങൾ സ്റ്റിറോയിഡുകൾ ദുരുപയോഗം ചെയ്യുന്ന വാർത്തകൾ കായിക മേഖലയിൽ നിന്ന് ഉയരാറുണ്ട്. സ്റ്റിറോയിഡ് പേശീകോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നതാണ് കാരണം. സ്റ്റിറോയിഡ് എന്താണ് ചെയ്യുന്നത്? പേശീകോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നതാണ് കാരണം. എന്നാൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അവ വിവേകരഹിതമായി ഉപയോഗിക്കുമ്പോൾ പിൽക്കാലത്ത് സംഭവിക്കുന്ന ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ,
തകരാറുകൾ, ലൈംഗിക ഹോർമോൺ അസന്തുലിതാവസ്ഥ തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ വിസ്മരിക്കപ്പെടുന്നു. ഇത് ഒരേ സമയം തന്നോടും സമൂഹത്തോടും ചെയ്യുന്ന കുറ്റമാണ്. അപ്പോൾ സ്റ്റെറോയിഡുകൾ കുത്തിവെച്ചിട്ട് ഈ കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കായിക താരങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റെറോയിഡ് എന്ന് പറയുന്ന ഹോർമോൺ കുത്തിവെക്കാറുണ്ട്. അവരുടെ സ്പോർട്സിലൊക്കെ അവർക്ക് നല്ല പോലെ ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുമൂലം ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ, ലൈംഗിക ഹോർമോൺ അസന്തുലിതാവസ്ഥ തുടങ്ങിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണ്ണതയും മികവും കൈവരിക്കുന്നത്. കയ്യിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി, അല്ലെ? നമ്മൾ ചിത്രത്തിൽ കണ്ടതാണ്. ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റൊന്ന് അയയുന്നു. ഇത്തരം പേശി ജോഡികളെ പ്രതിദ്വന്ദ്വി പേശികൾ എന്ന് പറയുന്നു. പ്രതിദ്വന്ദ്വി പേശികളുടെ പ്രവർത്തനമാണ് മിക്ക ശരീര ചലനങ്ങളുടെയും അടിസ്ഥാനം. അതായത് നമ്മൾ കൈകളിലെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ നമ്മളൊരു ചിത്രം കണ്ടില്ലേ? എന്താണ്? നിവർത്തൽ പേശി അയയുന്നു, മടക്കൽ പേശി സങ്കോചിക്കുന്നു. ഒന്ന് അയയുന്ന സമയത്ത് മറ്റേ ഒരെണ്ണം സങ്കോചിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പേശികളെ, ഈ ഒരു ജോഡി പേശികളെയാണ് നമ്മൾ പ്രതിദ്വന്ദ്വി പേശികൾ എന്ന് പറയുന്നത്, ആന്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് പറയുന്നത്. ഈ പേശികളുടെ പ്രവർത്തനമാണ് എന്തിനു കാരണം? നമ്മുടെ ശരീര ചലനങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അസ്ഥിസന്ധികളും ചലനവും. അപ്പോൾ അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ത് വഴിയാണ്? സന്ധികൾ വഴിയാണ്. അപ്പോൾ എന്താണ് സന്ധി? അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. സന്ധികൾ അസ്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ചലനത്തിൽ പങ്കുചേരാൻ സഹായിക്കുന്നു. സന്ധികൾ എന്താണ് ചെയ്യുന്നത്? അസ്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ചലനത്തിൽ പങ്കുചേരാൻ സഹായിക്കുന്നു. സന്ധികളുടെ വൈവിധ്യം അനുസരിച്ച് ചലനങ്ങളുടെ വൈവിധ്യവും ഏറുന്നു. ഓക്കെ, സന്ധികളുടെ വൈവിധ്യം അനുസരിച്ച് ചലനങ്ങളുടെ വൈവിധ്യവും ഏറുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള സന്ധികളുണ്ട്. കീലസന്ധി, ഗോളരസന്ധി, വിജാഗിരി സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. ഓക്കെ, അപ്പോൾ പിക്ചർ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കീലസന്ധി, ദെൻ ഗോളരസന്ധി. ഗോളരസന്ധിക്ക് എവിടേക്കാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക? തോളിൻ്റെ ഇവിടെയും അതുപോലെ തന്നെ ഗോളരസന്ധി. ഇവിടെ കീലസന്ധി എന്ന് പറയുന്നത് എവിടെയാണ്? കഴുത്തിൻ്റെ, അല്ലെ? കഴുത്തിൻ്റെ ഇവിടെ വരുന്നതാണ് കീലസന്ധി. ഷോൾഡറിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഇവിടെ തുടയുടെ ഈ ഒരു ഭാഗത്ത്, ഇടുപ്പിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഗോളരസന്ധി. ദെൻ വിജാഗിരി സന്ധി എന്ന് പറയുന്നത് എവിടെയാണ്? കൈമുട്ട്, കാൽമുട്ട് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ വരുന്നതാണ് വിജാഗിരി സന്ധി. തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ കാലിൻ്റെ, അല്ലെ? കാൽവിരൽ പാദത്തിൻ്റെ അടുത്ത് വരുന്നതാണ് തെന്നി നീങ്ങുന്ന സന്ധി. അപ്പോൾ ഈ പിക്ചറും തന്നെ നമുക്ക് നോക്കിയാൽ ഇതൊക്കെ പഠിക്കാനായിട്ട് പറ്റും, അല്ലെ? വേറെ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല, പുറത്തുനിന്ന് വേറെ നമ്മൾക്ക് എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പിക്ചർ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. കഴുത്തിൻ്റെ ഭാഗത്ത് ആദ്യം അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? കീലസന്ധി. ദെൻ ഷോൾഡറുടെ ഭാഗത്തും അതുപോലെ തന്നെ ഇടുപ്പിലിൻ്റെ ഈ ഭാഗത്തായിട്ട് വരുന്നതാണ് ഗോളരസന്ധി. ദെൻ കൈമുട്ട്, കാൽമുട്ട് ഭാഗത്ത് വരുന്നതാണ് വിജാഗിരി സന്ധി. നമ്മുടെ കാൽപാദങ്ങളുടെ അടുത്ത് വരുന്നതാണ് തെന്നി നീങ്ങുന്ന സന്ധി. ഓക്കെ, അപ്പോൾ വിവിധ തരം സന്ധികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ കോളർ കേട്ടോ, നമ്മുടെ കോളം ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. നാനാവശത്തേക്ക് തിരിക്കാൻ കഴിയുന്ന സന്ധി ഏതാണ് എന്നുള്ളതൊക്കെ. നട്ടെല്ലിൻ്റെ ആദ്യ കശേരുവായി തലയോട് ചേരുന്നത് ഏതാണ്? കീലസന്ധി, അല്ലേ? നമുക്ക് ഇങ്ങനെയൊക്കെ കഴുത്ത് തിരിക്കാനൊക്കെ പറ്റുന്നത് കീലസന്ധി. അപ്പോൾ ആ ഒരു കോളം നിങ്ങളൊന്ന് ഫില്ല് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. സന്ധികളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് അതിൻ്റെ ഘടന എത്രമാത്രം അനുയോജ്യമാണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, സന്ധികളുടെ ഇത് കൊടുത്തിട്ടുണ്ട്. പ്രവർത്തനം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അസ്ഥികളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഘടന എത്രമാത്രം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നോക്കുക, അസ്ഥി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അസ്ഥി. ദെൻ അടയാളപ്പെടുത്തി കാണുന്നുണ്ടല്ലോ. അടുത്തത് സൈനോവിയൽ സ്തരം. സൈനോവിയൽ സ്തരം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സൈനോവിയൽ ദ്രവം സ്രവിക്കുന്നു. സൈനോവിയൽ സ്തരം സൈനോവിയൽ ദ്രവം സ്രവിക്കുന്നു. ദെൻ സൈനോവിയൽ ദ്രവം ഇതെവിടെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളതാണ്. സൈനോവിയൽ ദ്രവം അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നു. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നു. ദെൻ ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ എന്താണ് ചെയ്യുന്നത്? സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ക്യാപ്സ്യൂൾ എന്താണ് ചെയ്യുന്നത്? സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ദെൻ തരുണാസ്ഥി. തരുണാസ്ഥി എന്താണ് ചെയ്യുന്നത്? അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നു. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്ന ആളാണ് തരുണാസ്ഥി. അടുത്തത് സ്നായുക്കൾ. സ്നായുക്കൾ എന്താണ് ചെയ്യുന്നത്? അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്? സ്നായുക്കളാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം.
ഇനി ചലനത്തിന് സഹായിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അസ്ഥിവ്യവസ്ഥയുടെ ധർമ്മങ്ങൾ. പിന്നെന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നത്, ബലം നൽകുന്നത്, കേൾവിക്ക് സഹായിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറേയധികം ഫംഗ്ഷൻ ആർക്കുണ്ട്? അസ്ഥി വ്യവസ്ഥയ്ക്ക് ഉണ്ട്. ഇനി അടുത്തത് നോക്കുക, സന്ധിവാതം. അതായത് എന്താണ്? അസ്ഥികൾക്കും പേശികൾക്കും ഒക്കെ സംഭവിക്കുന്ന തകരാറുകൾ, രോഗം എന്നുള്ളത് പറയാം. അപ്പൊ സന്ധിവാതം അല്ലെങ്കിൽ റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവയാണ് കാരണം. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവയാണ് കാരണം. തരുണാസ്ഥി വലയത്തിന് തകരാറ്. ഓക്കെ, തരുണാസ്ഥി വലയം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിനുള്ള തകരാറ്, അസഹനീയമായ വേദന, സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതാണ് എന്ത്? സന്ധിവാതം എന്ന് പറയുന്നത്. ഇനി അസ്ഥിസ്ഥാനഭ്രംശം, ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാവുന്നതിനെയാണ് അസ്ഥിസ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. സ്നായുക്കൾക്കാണ് തകരാറ്. തരുണാസ്ഥി വലയത്തിന് തകരാറ് വരുന്ന ഏതിലാണ്? സന്ധിവാതത്തിലാണ്. സ്നായുക്കൾക്ക് തകരാറ് വരുന്നത് അസ്ഥിസ്ഥാനഭ്രംശത്തിലാണ്. കഠിനമായ വേദന, നീർവീക്കം, ചലിപ്പിക്കാൻ പ്രയാസം എന്നിവയാണ് അസ്ഥിസ്ഥാനഭ്രംശത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സന്ധിവാതവും അസ്ഥിസ്ഥാനഭ്രംശവും എന്താണെന്ന് കിട്ടി. അടുത്ത അസുഖമാണ് ഉളുക്ക്. ഉളുക്ക് അല്ലെങ്കിൽ സ്പ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതിനെയാണ് ഉളുക്ക് എന്ന് പറയുന്നത്. സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നു. കഠിനമായ വേദന, നീർവീക്കം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഉളുക്ക് നമുക്ക് അറിയുന്നതാണ് അല്ലെ. അടുത്തത് ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് എന്താ പറയുന്നത്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അസ്ഥികൾക്ക് എന്ത് സംഭവിക്കുന്നു? ബലക്ഷയം ഉണ്ടായിട്ട് ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. കാൽസ്യത്തിന്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാകാം. ഓക്കെ, കാൽസ്യത്തിന്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റമിൻ ഡിയുടെ കുറവ് എന്നിവ കാരണമാകാം. ഇടുപ്പെല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളെയാണ് ഈ ഓസ്റ്റിയോപോറോസിസ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇടുപ്പെല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളെയാണ് ഓസ്റ്റിയോപോറോസിസ് കൂടുതലായിട്ട് ബാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തത് പേശീക്ഷയം. പേശീക്ഷയം അല്ലെങ്കിൽ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത് എന്താണ്? പല കാരണങ്ങളാൽ പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ്. ഓക്കെ, പേശീക്ഷയം, പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ് പേശീക്ഷയം. പേശികൾ എന്താകുന്നു? ദുർബലമാകുന്നു. സാധാരണയായി കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. പേശീക്ഷയം സാധാരണയായിട്ട് ആരിലാണ് കാണപ്പെടുന്നത്? ആൺകുട്ടികളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും രോഗങ്ങളാണ് അസ്ഥിയും പേശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ. ഇനി അടുത്തത് അസ്ഥികൂടം പേശിക്ക് പുറത്ത്. നട്ടെല്ലുള്ള ജീവികളിലെല്ലാം പേശികൾക്കുള്ളിലാണ് അസ്ഥികൂടം കാണപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ ആന്തരാസ്ഥികൂടം എന്ന് പറയാം. എന്നാൽ നട്ടെല്ലില്ലാത്ത ജീവികളുടെ ശരീരത്തിനുള്ളിൽ അസ്ഥികളില്ലെങ്കിലും അവയിൽ കാണപ്പെടുന്ന ബാഹ്യാസ്ഥികൂടത്തെ മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കതൊന്നും പഠിക്കാനില്ലാത്തത് കൊണ്ട് നമ്മളത് പഠിച്ചില്ല. ഇനി ആന്തരാസ്ഥികൂടമുള്ള ജീവികളിലും ബാഹ്യാസ്ഥികൂടത്തിന്റെ അംശങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് നമുക്കൊരു കോളം തന്നിട്ടുണ്ട്, നോക്കുക. ജീവികൾ, മനുഷ്യൻ, ഉരഗങ്ങൾ, ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ, നമ്മുടെ കൈകളിലും നഖം, നമ്മുടെ മുടി, ഇതെല്ലാം മനുഷ്യരിൽ കാണുന്ന ബാഹ്യാസ്ഥികൂടമാണ്. ഉരഗങ്ങളിലാണെങ്കിൽ അവരുടെ ശൽക്കങ്ങൾ, നഖം, ഇതൊക്കെ ഉരഗങ്ങളിൽ ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ബാഹ്യാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. മനുഷ്യന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നഖം, മുടി, ഇതെല്ലാം ബാഹ്യാസ്ഥികൂടമാണ്. നമ്മുടെ ശരീരത്തിനകത്ത് കാണുന്നത് ആന്തരാസ്ഥികൂടവും പുറത്ത് കാണപ്പെടുന്നത് ബാഹ്യാസ്ഥികൂടമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അസ്ഥികൂടമില്ലാതെയും ചലനം. ചലനം ജീവന്റെ പൊതു ലക്ഷണമാണ്. അസ്ഥികൂടമില്ലാതെയും ചലിക്കുന്ന ജീവികളുണ്ട്. അപ്പം നമുക്ക് മനുഷ്യരുടെ കാര്യമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അസ്ഥി വ്യവസ്ഥ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ മറ്റുള്ള ജീവികളുടെയും സസ്യങ്ങളുടെയും കാര്യങ്ങൾ നമ്മളിപ്പോൾ തൽക്കാലം പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്ഥി വ്യവസ്ഥ എന്ന് പറയുന്ന ഭാഗം ഇവിടം കൊണ്ട് നിർത്തുവാണ് കേട്ടോ. ബാക്കിയുള്ള ജീവികളുടെ നമുക്കിവിടെ പഠിക്കേണ്ട കാര്യമില്ല, ഹ്യൂമൻ ബോഡി ആണല്ലോ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അസ്ഥി വ്യവസ്ഥ എന്താണെന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് ഇവിടെ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? അസ്ഥികൾ എന്താണ്, പേശികൾ എന്താണ്, സന്ധികൾ എന്താണ്, അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം, അവയുടെ എല്ലുകളുടെ എണ്ണം, അതുപോലെ തന്നെ അസ്ഥി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അത് പഠിക്കുക.